ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ രാവിലെ തന്നെ നല്ല പണിയിലാണ്. അതേ തക്കാളി ചമ്മന്തിക്കുള്ള തക്കാളി വാട്ടി വെച്ചിരിക്കുകയാണ്. അഞ്ചു ചേച്ചി ആണെങ്കിൽ പരിപ്പ് ഇടാൻ വേണ്ടിയിട്ട് കുക്കർ കഴിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ഞാനും അഞ്ചും മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചായി എത്തും. അമ്മയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, അമ്മ സുഖമായിട്ടിരിക്കുന്നു. ചേട്ടന്മാരൊക്കെ ഹോസ്പിറ്റലിലാണ്. ഇപ്പോൾ പോയിട്ടില്ല, ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒരു നേരത്തെ തന്നെ റെഡി ആയിട്ട് പോകും. ഒരു 7:30 ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ പിന്നെ എന്താ, ഇന്ന് നല്ല വൈകുന്നേരം ആയപ്പോൾ എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു, ലീനമ്മ വന്നിട്ടുണ്ടായിരുന്നു ജോലി കഴിഞ്ഞിട്ട്. അപ്പം അമ്മയുള്ളതൊരു ആശ്വാസമാണ്. ഹെൽപ്പിലാണെങ്കിൽ ഇന്ന് മിനിച്ചേച്ചി എത്തിയിട്ടില്ല, അതിൻ്റെ ഒരു തിക്കും തിരക്കാണ് കേട്ടോ. മീൻ കൂട്ടാൻ എന്തായാലും വെക്കണം. മീൻ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് കറണ്ട് എങ്ങാനും പോകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നാളികേരം അടിച്ചു വെക്കാൻ വിചാരിച്ചു. കാരണം ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോക്ക് ഇവിടെ പതിയാണ്. അപ്പോൾ ഈ സാധനമാണെങ്കിലും ഒടച്ചിട്ടും എങ്ങനെയൊക്കെ കാട്ടിയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് അത് കിട്ടിയിട്ടോ. ഈ നാളികേരം ഉടയ്ക്കൽ പരിപാടി മിക്കത് ഞങ്ങൾ അച്ഛനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുക. ഞങ്ങൾക്ക് വീട്ടിൽ ആരെങ്കിലും ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് എപ്പോഴാണ് നന്നായിട്ട് ഫീൽ ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിള്ളേരും 3 പേരും നേരത്തോടെ എണീക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന് പാർക്കുട്ടനെ പോലും മര്യാദയ്ക്ക് റെഡിയാക്കി പറഞ്ഞയക്കാൻ പറ്റില്ല. നമ്മുടെ അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. സർജറി കഴിഞ്ഞു, ഇന്നലെയായിരുന്നു സർജറി. പിന്നെ എന്താ, ഇപ്പോൾ ഐസിയുലാണ്. നമ്മുടെ റൂമിലേക്ക് മാറ്റിയിട്ടില്ല. അത് വന്നിട്ടുണ്ടല്ലോ. ചിത്തുട്ട വന്നാണ്. നമ്മുടെ വീട്ടിലെ ദോശക്കല്ലുള്ള ദോശപ്പാൻ കുറച്ച് സീനായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്, വലിയേട്ടൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ നമ്മൾ എവിടെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഐസിയുന്ന് ഇപ്പോൾ റൂമിലേക്ക് മാറ്റിയിട്ടില്ല. എന്നാലും ഒരു 3:30-4 മണിയോട് കൂടിയിട്ടാണ് ഓപ്പറേഷൻ കഴിഞ്ഞത്. ഒരു 10 മണിക്കോ 11 മണിക്കോ ഇടയിൽ കയറ്റിയിട്ട്. കുറച്ച് നീണ്ടൊരു പ്രൊസീജിയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അമ്മനെ കയറി കണ്ടു, സംസാരിച്ചു, കൈയൊക്കെ അനക്കിപ്പിച്ചു. ആക്ച്വലി ഇവിടുത്തെ ഡിസ്കിനായിരുന്നു കംപ്ലൈൻറ്റ്. ഒരു 3 ഡിസ്ക് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇതിനെക്കുറിച്ച് കുറച്ച് നാളെ നമ്മളെ വീട്ടിൽ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ പോക്കും സംഭവങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോയും സംഭവങ്ങളും ഇടാത്തത്. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് വെറുതെ വീഡിയോ ഇടണ്ടെന്നും വിചാരിച്ചു. വലിയൊരു താല്പര്യം തോന്നിയില്ല അങ്ങനെ അസുഖത്തെ വർണ്ണിച്ച്. അപ്പോൾ ഇപ്പം നമ്മൾ വീട്ടിൽ ഞാനും മഞ്ജുണ്ട്, പിന്നെ എൻ്റെ അമ്മ വന്നിട്ടുണ്ട്. പിള്ളേരൊക്കെ ഭയങ്കര വാശിയാണ്. കാരണം ഇവർ 3 പേരും പോവും, പിന്നെ അമ്മയില്ല. അപ്പോൾ ഞാനും അഞ്ചു, ഈ 3 പിള്ളേരും. അപ്പോൾ ഞങ്ങളുടെ അടുത്താണെങ്കിൽ ഇവന്മാർക്ക് പറഞ്ഞ പോലെ എന്തെങ്കിലും വാശിയൊക്കെ ആയില്ലെങ്കിൽ 3 പേരും ഒരുമിച്ച് സമാധാനിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഞങ്ങൾ വീക്കായി ഇപ്പമായ പ്രശ്നം സോൾവ് ചെയ്തിട്ട് എപ്പോഴും തല്ലൂട്ടാണ്. മീൻസ് കണ്ണു വെച്ചിരിക്കാൻ പറ്റില്ല 3 ഇപ്പം ഞങ്ങൾക്ക് വീട്ടിൽ പണികളുണ്ട്. വേറെ നമ്മുടെ വില്ലേജിലാണ് നിൽക്കാൻ പോയിട്ടുള്ളത്. അപ്പോൾ വില്ലേജിലെ ഹസ്ബൻഡിനും കുഞ്ഞാവയ്ക്കും ചോറൊക്കെ കൊടുത്തയക്കണം, നമുക്കും ചോറും കറികളൊക്കെ വെക്കണം. മിനിച്ചേച്ചി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ചേച്ചിക്ക് വയ്യ, ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചേച്ചിക്ക്. അപ്പോൾ ഇന്നത് നേരത്തെ കൂട്ടിയിട്ട് നാളികേരമൊക്കെ ചെടി വയ്ക്കുകയാണ്. മീൻ വന്ന് അപ്പം വയ്ക്കണം, കാരണം അമ്മയ്ക്ക് കൊണ്ടുപോകണം കറി. അതിൻ്റെ പരിപ്പ് ഒലത്താൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും മീൻ വറുത്തതും മീൻ കറിയാണ് നമ്മുടെ ഇന്നത്തെ കറി. ഇന്നലെ ഇഡ്ഡലി ഉണ്ടാക്കി, എൻ്റെ മാവ് ബാക്കിയുണ്ട്. ദോശ അതിനൊന്ന് പാൻ വാങ്ങിച്ച കേട്ടോ. അത്രേ ഉള്ളൂ. ഇതേ പരിപ്പ് റെഡി ആയിട്ടുണ്ട് കുക്കറിൽ. ഇനി നമുക്കിത് പരിപ്പ് കുത്തി കാച്ചിട്ടല്ല, അങ്ങനെ തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് വെന്ത പരിപ്പാണ് കേട്ടോ. അപ്പോൾ പുറത്താണെങ്കിൽ മീൻ എത്തിയിട്ടുണ്ട്, മനോജാടൻ എത്തിയിട്ടുണ്ട്. ഞാൻ പോയിട്ട് മീൻ എന്താണെന്ന് വെച്ചാൽ നോക്കട്ടെ. അപ്പോൾ അതിൽ വാളുണ്ടായിരുന്നു, അയിലുണ്ടായിരുന്നു. അപ്പോൾ വാളമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മുള്ളൊക്കെ മാറ്റി പിള്ളേർക്ക് കൊടുക്കാനൊക്കെ ഈ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചോ 2 കിലോ അയില വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അയില ആകുമ്പോൾ വെക്കും, അതേപോലെ തന്നെ വറുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ അത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, മുകളിലാണെങ്കിൽ അല്ലും അതിനും അതേപോലെ തന്നെ അമ്മയും നിഖിൽ ചേട്ടനും കിടക്കുന്നുണ്ട്. നമ്മുടെ അഞ്ചുൻ്റെ റൂമിലാണെങ്കിൽ കാശിക്കുട്ടനും നിതീഷ് ചേട്ടനും. നിഖിൽ ചേട്ടൻ എങ്ങാനും നേരത്തെ പോവുകയാണെങ്കിൽ ഞാൻ ശരിക്കും പെട്ടു. കാരണം ഇവർ ഒരുമിച്ച് എണീറ്റിട്ടുണ്ടെങ്കിൽ 2 പേർക്ക് ഞാൻ തന്നെ എടുക്കണം. ഭയങ്കര കുശുമ്പും സംഭവങ്ങളൊക്കെ ആയിരിക്കും, ഇടിയൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വൈകുന്നേരം അമ്മേനെ വിളിച്ചത്. കാരണം ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങാനും ചേട്ടൻ എത്താൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പെട്ടു. രാത്രിയൊക്കെ ഇവർ ഉറക്കണ കേസും അതിൻ്റെ ഇടയിൽ എണീക്കുമ്പോഴൊക്കെ ആയാലും എനിക്ക് എന്താ പറയുക, നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ ഒട്ടും സഹകരിക്കാത്തതുകൊണ്ടാണ്. അപ്പം അങ്ങനെ എന്ത് ഭാഗ്യത്തിന് ഇവർ 2 പേര് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നേരത്തെ പോകണോണ്ട് തന്നെ അമ്മ ഉള്ളത് സമാധാനമാണ്. നീൽച്ചേട്ടൻ റൂമിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും അമ്മ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടായിട്ട് ഇത്ര ഫ്രീ ആയി നിന്നിട്ട് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെയാണ് കാശിക്കുട്ടനും. ഒരു വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും സമ്മതിക്കില്ല, നമ്മൾ തന്നെ എടുക്കണം. കൊച്ചായി നേരത്തെ വരും, നമ്മൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്.
അപ്പോൾ ഞാൻ അരച്ച് വെച്ചതാട്ടോ ഇത്. ഉഴുന്നും മാവും ഇന്നലെ ഇഡ്ഡലി ഉണ്ടാക്കി, ഇന്ന് ബാക്കിയുള്ള മാവ് കൊണ്ട് ദോശ ചൂടാന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ അഞ്ചു നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നാട്ടോ സമാധാനമായിട്ട് അടുക്കളയിൽ നിൽക്കുന്നത്. വേറെ ഒന്നല്ല, അല്ലെങ്കിൽ ഇവർ നേരത്തെ പോകുമ്പോൾ ഞങ്ങൾക്ക് മോളിക്ക് ഓടാനേ നേരമുള്ളൂ. കാരണം ഇവരെ എണീറ്റോ ഒരൊച്ച വെക്കുമ്പോഴേക്കും നേരെ ചെന്ന് നോക്കും. പിന്നെ ഒരാളങ്ങനെ താഴ്ത്തി എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒക്കത്തുനിന്ന് ഇറങ്ങൂല. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഇന്ന് റൂമിൽ അവരൊക്കെ ഉള്ളതുകൊണ്ടൊരു സമാധാനം. അങ്ങനെ ചമ്മന്തി അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മുടെ മീനിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് ഞാൻ റെഡിയാക്കാൻ പോകട്ടെ. ഞാൻ പറഞ്ഞില്ലേ കറണ്ട് എങ്ങാനും പോയാലോ ഒന്ന്. പല്ലൊക്കെ തേച്ച് റെഡി ആയിട്ട് വരാം. ഓക്കെ വരാം. ലീനമ്മ ഇപ്പോൾ ഒരാളും കൂടി താഴ്ത്തിത്തിട്ടുണ്ട്. അപ്പം അമ്മ പോണേക്കാളും മുന്നായിട്ട് ചോറും കൂട്ടാനും അമ്മയ്ക്ക് കൊടുത്തയക്കണം. അതേപോലെ തന്നെ ഞങ്ങളുടെ വെല്ലേച്ചിയാണ് സീതമ്മേരെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. അപ്പോൾ വെല്ലേച്ചിയുടെ ഹസ്ബൻഡിനും മോൻ കുഞ്ഞാവയ്ക്കും പറഞ്ഞ ഫുഡ് നമ്മളാണ് പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ അതും വേണം. അപ്പോൾ ഒരു എന്താ പറയുക, കാലത്ത് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയിട്ട് ചിലപ്പോൾ കുഞ്ഞാവ് വരും, ചിലപ്പോൾ നല്ല കുഞ്ഞാവ് വരാറുണ്ട്. അതേപോലെ തന്നെ ചേട്ടനും കൊടുത്തയക്കണം, ഷോപ്പിലേക്ക് കൊടുത്തയക്കണം. ആ ഒരു ടൈമിലുള്ളൊരു കാര്യങ്ങളൊക്കെ വേഗം ഫാസ്റ്റാക്കി ചെയ്യണം. കാരണം ഇന്ന് മീനി ചേച്ചി ഇല്ല, അല്ലെങ്കിൽ പകുതി ആശ്വാസമാണ്. ചേച്ചി വരുമ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് ചേച്ചി എന്തായാലും റെഡി ആയിക്കോളും. ഇതിപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് വേഗം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരെ കാര്യം അടുത്ത് നോക്കണ്ടേ. അതുകൊണ്ട് വേഗം തന്നെ മീൻ കിട്ടിയതായാലും കൂട്ടാൻ വെക്കാനും കറി വെക്കാനും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയിലത്തെ പിള്ളേർക്ക് എന്തിനാണ് കട്ടൻ ചായ തിളപ്പിച്ച് വെക്കുകയാണ്. കട്ടൻ വേണ്ടവർക്ക് വേണ്ടിയിട്ട് ഫ്ലാസ്കിലല്ല, വെറുതെ ഒരു കപ്പിൽ തിളപ്പിച്ച് വെക്കുക കേട്ടോ. നമ്മൾ ഫ്ലാസ്കിലാണ് തിളപ്പിച്ച് വെക്കാറ്. ഇപ്രാവശ്യം അമ്മയില്ലല്ലോ, അമ്മ ഉണ്ടായാലും ഇടയ്ക്കിടയ്ക്ക് കട്ടൻ ചായ തിളപ്പിച്ച് എടുത്ത് കുടിക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം വേറെ ഏട്ടന് മാത്രം മതിലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ കപ്പിലാക്കിയിട്ടോ. അപ്പോൾ ദോശ ചൂടാണ്. പിള്ളേർക്ക് ദോശ ഒരു 3-4 ഇപ്പോൾ ചുട്ട് വെക്കട്ടെ. അതിന് ശേഷം വേണം പാറുക്കുട്ടന് ഉച്ചയ്ക്ക് ലഞ്ചിന് ആവശ്യമായിട്ടുള്ള കുട്ടി ദോശ ഇതേപോലെ ചുടാനായിട്ട്. അപ്പോൾ അതും ചുട്ടിട്ടുണ്ട്. നമ്മുടെ അല്ലുക്കുട്ടൻ്റെ അച്ഛൻ്റെ കൂടെ എണീറ്റ് വന്നിട്ടുണ്ട്. ഇവനാണ് എന്താ പറയുക ലോകവാശിക്കാരൻ. ഇവ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നിനും സമ്മതിക്കില്ല കേട്ടോ. ഇപ്പം ഞാൻ എന്തൊക്കെയോ കാട്ടി പറഞ്ഞ് മയക്കി അവിടെ വെച്ചിരിക്കുക കേട്ടോ. അങ്ങനത്തെ പാശു എന്ന് പറയുന്നത് പാറിനുള്ള കുട്ടി ദോശ റെഡി ആയിട്ടുണ്ട്. അവളുടെ ഉള്ള ലഞ്ച് ബോക്സും പാക്ക് ചെയ്യണം. അതുപോലെ ടിഫിനായിട്ട് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാതള നാരങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു സെറ്റും കൂടി മൂപ്പർക്ക് വേണം. കുട്ടിദോശ ആകുമ്പോൾ മൂപ്പര് കഴിച്ചോളും. ചമ്മന്തി ആയാലും ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, വടിച്ച് തുടച്ചു കൊണ്ടുവന്നോളൂ. അപ്പോൾ കുറച്ചധികം ദോശ ഇട്ടിട്ടുണ്ടെങ്കിലും മൂപ്പര് എങ്ങനെയായാലും കഴിച്ചോളൂ. പോണത് അറിയില്ല എന്ന് അറിയില്ലേ. അപ്പം അമ്മയ്ക്ക് ഞാൻ തിളപ്പിച്ചിട്ട് കട്ടൻ കൊടുക്കട്ടെ. അതിനൂസ് പിന്നെ അമ്മാമ്മ വന്നിട്ടുണ്ടെങ്കിൽ അമ്മാമ്മയുടെ ഒക്കത്തുനിന്ന് ഇറങ്ങൂല കേട്ടോ. അവിടെ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഭാഗം ചിന്തിക്കേണ്ട ആവശ്യമില്ല. ശാലിക്കൊച്ചായി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേ ശാലിക്കൊച്ചായി തീകൂട്ടാണ്. കുറച്ച് അധികമായിട്ട് ഇടണം. ഉച്ചയ്ക്ക് ആയാലും വൈകുന്നേരത്തേക്കൊക്കെ ആയാലും ആൾക്കാരുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാനും ഫുഡ് കൊടുത്തയക്കാനൊക്കെ ഉള്ള കേട്ടോ. അപ്പോൾ പാറുവിൻ്റെ ലഞ്ച് ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. അവളുടെ ടിഫിൻ ബോക്സിനുള്ള സംഭവമാണ് ഞാൻ ഇവിടെ തോലളയാൻ പോണത്. ഒരു മാതള നാരങ്ങ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ പൊളിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് 2 പേര് അമ്മ ടായോ എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി അവരത് കഴിക്കില്ല. അവരെന്താണെന്നറിയോ, ഒരു കളി അടിച്ചിട്ട് അതിൻ്റെ മധുരരസം ഇറക്കിയിട്ട് ആ കുരു തുപ്പ. അപ്പം ഞാൻ പറയാം മണ്ടന്മാരെ ആ കുരും കൂടി കടിച്ചിറക്കടാന്ന് പറയാം. അതൊരിക്കലും അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് ചേട്ടനുള്ളതാണ്. ഇത് സജീവായിട്ടാണ് വില്ലേജ് ഹസ്ബൻഡിനുള്ള ഫുഡാണ് ഈ പാക്ക് ചെയ്യുന്നത്. ഒരു ചെറിയ ബൗളിലായിട്ട് ചമ്മന്തിയും പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ രാവിലത്തെ ഒരു സംഭവം കഴിഞ്ഞു. ഇനി പിള്ളേർക്ക് ഇരുന്നിട്ട് ഫുഡ് കൊടുക്കണം. അതേപോലെ തന്നെ പാറൂസിന് പറഞ്ഞയപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പകുതി ഭാരം കുറഞ്ഞു കേട്ടോ. അപ്പോൾ പാറുവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ദിവ്യേച്ചി വന്നിട്ടുണ്ട്. ദിവ്യേച്ചി കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാറുവിനെയും കുഞ്ഞിനെയും കൊണ്ടുപോകാൻ വേണ്ടി ചേച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് പിന്നെ എന്താ, ഇനി ഇവരെ കുളിപ്പിക്കുന്ന പരിപാടി നോക്കണം, ഇവർക്ക് ഫുഡ് കൊടുക്കുന്ന പരിപാടി നോക്കണം. അതിനുശേഷം ഞങ്ങൾക്ക് ചായ കുടിക്കണം. പിന്നെ ബാക്കി കറി പരിപാടികൾ നോക്കണം. ഇവർക്ക് ഫുഡ് കൊടുക്കുന്നേക്കാളും മുന്നായിട്ട് ഞാൻ ബ്രഷും പേസ്റ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഹിനൂസിനത് അമ്മാമ്മ പല്ലേപ്പിക്കുന്നുണ്ട്. നമ്മുടെ അല്ലുക്കുട്ടനും കാശിക്കുട്ടനും കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരത് പല്ലേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 3 പേർക്കും പ്ലേറ്റിൽ ദോശ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാശിക്കുട്ടന് പ്ലേറ്റിൽ ദോശ വെച്ച് കൊടുത്തപ്പോൾ അഹിനൂസിനും വേണമെന്ന് പറഞ്ഞിട്ട് വെറും പ്രഹസനാട്ടോ. ഇത് വെറും പ്രഹസന. നിങ്ങൾ വിചാരിക്കും ഇപ്പം കമത്തുന്നു. ഇത് ഞാൻ തന്നെ രണ്ടാമത് ചെന്നിട്ട് ഇനി വായിൽ വെച്ച് കൊടുക്കണം. വെറുതെ 1-2 വായ തന്നിട്ടുണ്ടെങ്കിൽ അവന്മാർ അത് അടച്ചു പോകും, അല്ലെങ്കിൽ അത് നശിപ്പിക്കും, പിച്ചി നശിപ്പിക്കും. അപ്പം ഞാൻ വിചാരിക്കും എന്തിനാ വെറുതെ ഫുഡ് നശിപ്പിക്കുന്നത്, വായ വെച്ച് കൊടുത്താലും സാരമില്ല എന്ന് വിചാരിക്കും. അങ്ങനെ
അവർക്ക് ഇരുത്തി ഞാൻ കൊടുത്തു. അതിന് ശേഷം അടുക്കള മറ്റേ ചന്ത പോലെ കിടക്കായിരുന്നു. അപ്പോൾ അതൊന്ന് സെറ്റാക്കട്ടെ. ഞാൻ ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാവും, എന്തിനോ വേണ്ടിയിട്ട് നമ്മൾ കൊച്ചായി പപ്പക്കായ വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ. അപ്പോൾ അതൊരു അരച്ച് കറി പോലെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയും ഉള്ളിയും ജീരകമൊക്കെ അടിച്ചു കൊടുത്ത് കൊച്ചായിക്ക് കൊടുത്താൽ കേട്ടോ. പഞ്ചു ആണെങ്കിൽ ഇതേ പുറത്തുനിന്ന് മീൻ നന്നാക്കാണ്. അവളോട് ചായ കുടിച്ചോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചായ കുടിച്ചിട്ട് ഇതേ മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിനിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് ഇനി പാൽ വെക്കണം, അതേപോലെ തന്നെ എനിക്ക് ചായ കുടിക്കണം, മീൻ കറി വെക്കണം. അപ്പോൾ എനിക്കാണെങ്കിൽ വിശന്നിട്ട് പാടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കൂടിയിട്ട് ചായ കുടിക്കാൻ വിചാരിച്ചു. അപ്പോൾ സ്ലാബൊക്കെ ഫുള്ളും ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് കിടക്കുക കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ശ്വാസം മുട്ടാണ് കണ്ടിട്ടുണ്ടെങ്കിൽ. ഒരു വിമ്മിഷ്ടമാണ് ഇങ്ങനെ ഫുള്ളിനെ കിടക്കുന്നത്. ലാസ്റ്റ് എപ്പോഴാണ് നമ്മൾ വൃത്തിയാക്കണമെന്ന് വിചാരിച്ചിട്ട് കൈയോട് കൂടിയിട്ട് വൃത്തിയാക്കും കേട്ടോ. അപ്പോൾ ഇന്നലത്തെ മീൻ കറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആ മീൻകലം കഴുകിയിട്ട് അതിലാട്ടോ നമ്മൾ മീൻ വയ്ക്കാൻ പോണത്. പിന്നെ അത് നന്നായിട്ട് കഴുകി എടുക്കട്ടെ. പിന്നെ ഉച്ചയ്ക്ക് കൊടുത്തയക്കാനും വേണം, അതേപോലെ തന്നെ വൈകുന്നേരത്തേക്കും വേണം. വൈകുന്നേരത്തേക്ക് ഇല്ലെങ്കിലും സാരമില്ല, ഇന്നലത്തെ മീൻകറി ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം അങ്ങനെ ഇഞ്ചി ചതച്ച് ആദ്യം ഇട്ടിട്ടുണ്ട്. എൻ്റെ മീൻകറി ഇങ്ങനെയാട്ടോ, ഇതെനിക്ക് ഇവിടുത്തെ അമ്മ പഠിപ്പിച്ചതാണ്. അവൻ 5 പഠിപ്പിച്ചെന്താണ്. ആദ്യം ഇഞ്ചിട, നന്നായി ചതച്ച് ഇഞ്ചിട, അതിലേക്ക് ഒരു തക്കാളി ഇടുക, ആവശ്യത്തിന് മുളക് പൊടി ഇടുക, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക, ആവശ്യത്തിന് ഉപ്പിടുക, പിന്നെ നന്നായിട്ട് തിരുമ്പുക. ഇതിൽ അവർ ചെയ്യുമ്പോൾ പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് തിരുമ്പുക. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് എരിയും കൈ, അതുകൊണ്ട് ഞാൻ ആദ്യം ഇങ്ങനെ തിരുമ്മിയിട്ട് അതിലേക്ക് കുറച്ച് ഇത് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ് ഞാൻ പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് കുറച്ച് ആയ തക്കാളിയൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ നന്നായിട്ട് ആ പാല് നന്നായിട്ട് കിട്ടുന്ന വരെ നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ചധികം ചാറ് വേണം, അതുകൊണ്ട് തന്നെ കുറച്ചധികം നാളികേരം ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ചാറ് മീൻസ് ഒന്ന് വറ്റി വരുമ്പോൾ പിന്നെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ആദ്യമൊക്കെ വരുമ്പോൾ എൻ്റെ വീട്ടിലേക്കാണെങ്കിൽ കുറച്ച് വയ്ക്കുക. ഞാൻ അമ്മയെല്ലാം ഉള്ളൂ. ഇവിടെ വന്ന പിന്നെയാണ് ഞാൻ ഒരു കലത്തിൽ നിറച്ച് മീൻകൂട്ടാൻ വെച്ച് കണ്ടത്. അതൊരു ദിവസം കൊണ്ട് തീരും കേട്ടോ. ഇപ്പോഴാണ് അതൊക്കെ പഠിച്ചു വന്നത്. അപ്പോൾ ദേ കൊച്ചായ കറി റെഡി ആയിട്ടുണ്ട്. പപ്പക്കായ വെന്ത് വന്നതിലേക്ക് ദേ ഈ നാളികേരം കൂടി ചേർത്ത് ഇച്ചിരിയും കൂടി നേരം തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു എലിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെച്ച ഒരു പരിപ്പ് തോരനുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് പരിപ്പ് എടുത്തിട്ട് ഇതിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അഞ്ചുതേ നമ്മുടെ മീൻ കഴുകി കൊണ്ട് വന്നിട്ടുണ്ട്. കൊച്ചായി ആണെങ്കിൽ ആ ഇറച്ചിക്കറിയിലേക്കുള്ള കടുക് പൊട്ടിച്ചിടാണ്. മല്ലിപ്പണ്ണമ്മായതേ മീൻ കൂട്ടാത്തിലേക്കുള്ള നമ്മുടെ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ദോശ നമ്മുടെ നിഖിൽ ചേട്ടനാട്ടോ. അതിനിടയിൽ ആകെ 3 അടപ്പേ ഉള്ളൂ. 3 അടപ്പിലും നല്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ മീൻ കറിയിൽ ഞാനൊന്ന് ഉപ്പും പുളിയും നോക്കട്ടെ. ഇവിടെ പുളി വളരെ കുറവ് മതി. നിഖിൽ ചേട്ടനാണെങ്കിൽ പുളി അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പുളി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അമ്മ ഒട്ടും പുളി ഇടൂല, ഒരു ചൂരിനെ ഇടുള്ളൂ. അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര നല്ല പുളി വേണം അമ്മയ്ക്കും ചോറ് കൂട്ടി തിന്നുമ്പോൾ കേട്ടോ. അത് ഇപ്പോഴായി പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അമ്മയൊക്കെ മാറി. മീൻ ഒന്ന് വറ്റി വന്നപ്പോൾ അരപ്പൊന്ന് വറ്റി വന്നപ്പോഴേക്ക് അതിലേക്ക് നമ്മൾ അയിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉടഞ്ഞിട്ടുണ്ടായിരുന്നു അയില. കുറച്ചധികം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ അയില വറുത്തതിന്, അയില എന്നല്ല ഏത് മീൻ വറുത്തതിനാണ് കുറച്ചുകൂടി ഡിമാൻഡ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മീൻ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് തേച്ച് കൊടുക്കാം പിള്ളേർ മീൻസ് മെയിനായിട്ട് നമ്മുടെ അല്ലൂനും അയിനും മീൻ കൂട്ടാൻ, മീൻ കഷ്ണം പച്ച മീൻ്റെയോ അല്ലെങ്കിൽ വറുത്ത മീൻ്റെയോ കഷ്ണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫുഡ് ഒരു കുറഞ്ഞ രീതിയിൽ പൊയ്ക്കോളും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വല്ല മുട്ട വറുക്കണോണ്ടല്ല, മുട്ട വറുത്തിട്ടുണ്ടെങ്കിൽ വലിയൊരു എന്താ പറയുക ഒരു ഇതുണ്ടാവില്ല, ഒരു ആക്രാന്തം ഉണ്ടാവില്ല. അപ്പോൾ അതിന് ശേഷം നമുക്കിവിടെ സ്ലാബും സംഭവങ്ങളൊക്കെ വൃത്തിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കൈയോട് കൂടിയിട്ട് വൃത്തിയാക്കട്ടെ. ഇനി എന്താ പരിപാടി? ഇനി നമ്മുടെ കൂട്ടാനിലേക്ക് ഉള്ളി മൂപ്പിച്ചിടുക, വേറെ ഒന്നും ഇല്ല കേട്ടോ. മീൻ വറുക്കുക. അമ്മ പോണേക്കാളും മുന്നിട്ട് മീൻ വറുക്കുക. അമ്മയ്ക്കാണെങ്കിൽ ഞങ്ങൾ ഇതിനിടയിൽ പിള്ളേരെ കാര്യം നോക്കണം, വീഡിയോ എടുക്കണം, പണികൾ ചെയ്യണം. അതൊക്കെ കണ്ടിട്ട് അമ്മ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുക കേട്ടോ. കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതായാലും കഴുകി തരാണ്. ശാലിക്കൊച്ചായതേ ചോറ് വെന്തിട്ടുണ്ട്, അത് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. ശാലിക്കൊച്ചായ ഞങ്ങൾക്ക് ഭയങ്കര വലിയൊരു ഹെൽപ്പാട്ടോ. ഈ സമയത്താണ് പൊണ്ണമ്മായ ഉണ്ടായിരുന്നെങ്കിൽ പൊണ്ണമ്മായനെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെ മിഠായി ലീലമാമന്റെ കയ്യിലെ മിഠായി
നീൽച്ചേട്ടനും നിധിച്ചേട്ടനും ദേ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ പോണേക്കാൾ മുന്നായിട്ട് പിള്ളേരെ ഉള്ളിലേക്ക് കയറ്റിയതായിരുന്നു കേട്ടോ. അപ്പം അമ്മതേ ഉള്ളി മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലൊക്കെ നന്നായിട്ട് കരിക്കും, നന്നായി കരിച്ച് എനിക്കാണെങ്കിൽ ഈ കൂട്ടാത്തിലിൻ്റെ ഇടയിൽ ഈ ഉള്ളി കിട്ടുന്ന സംഭവം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഈ ഉള്ളി മൂപ്പിച്ചത് അതേപോലെ തന്നെ വെളുത്തുള്ളിയിലൊക്കെ സ്മെല്ലേ ഇഷ്ടമുള്ളൂ, അത് കടിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല. ഓക്കെ അല്ലേ? അങ്ങനെ പണികളൊക്കെ കലാശെല്ലാം കഴിഞ്ഞത് പിള്ളേർക്ക് തിളപ്പിച്ച് വെച്ച പാലും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഇതേ ടി വിയിൽ കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതും വെച്ച് ഞങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് ഉച്ചയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പാക്ക് ചെയ്യണം ചോറും സംഭവങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഇതേ ചോറ് ഇട്ടുന്നുണ്ട്. അപ്പം അമ്മയ്ക്കാണെങ്കിൽ വിഷമമാണ് ഞങ്ങളെ ഇട്ടിട്ട് പോകേണ്ടതെന്ന്. വേറെ ഒന്നും കൊണ്ടല്ല, ശാലിക്കൊച്ചാരെ കയ്യിൽ അല്ലൂസാലും അനിസാലും കാശ് കൂട്ടാനെല്ലാം അങ്ങനെ പോവില്ല. അമ്മ ഉണ്ടെങ്കിൽ എനിക്ക് ഒരാളെ കാര്യം നോക്കണ്ട, അതിനും എന്തായാലും അമ്മയുടെ ഒക്കത്തുണ്ടായിരിക്കും. അല്ലുവിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പം ആരും ഇല്ലെങ്കിൽ ഇവ 3 പേരും തല്ലുകൂടിയും സംഭവങ്ങളൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങൾ മെൻ്റലിയും ഫിസിക്കലിയും ഒരുപാട് ടയേർഡാവാട്ടെ. ഇവർ ഉറങ്ങുന്ന സമയത്തൊക്കെ എനിക്ക് ഒരു റെസ്റ്റ് ഉണ്ടാവില്ല. 2 പേര് 2 റൂമിലേക്ക് എടുത്താൽ ഒരാൾ എൻ്റെ അങ്ങെടുപ്പും, അപ്പോഴേക്കും അടുത്ത ആൾ കയറുമ്പോൾ എൻ്റെ അങ്ങെടുപ്പും. 2 പേരെ ഒരുമിച്ച് എടുത്താന്ന് വെച്ചാൽ ഭയങ്കര കുശുമ്പ. ലാസ്റ്റ് ഞാൻ എങ്ങനെയെങ്കിലും ഒരുമിച്ച് കെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചും മാന്തും കരച്ചിലായിട്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പടിയെ കണ്ടു. അങ്ങനെ ഒരുവിധം എന്നല്ല എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഞ്ചു ആണെങ്കിലും മെഷീനിൽ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതേ കൊണ്ടൊരു പായ വിരിച്ചിട്ട് നമ്മുടെ ഈ ഷീറ്റിലൊരു പായ വിരിച്ചിട്ട് അതിനുള്ളിൽ ഇട്ടിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് പപ്പടം പോലെ ഉണങ്ങി കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ അഴുക്കത്ത് കൊണ്ടുവിടും. അങ്ങനെ അമ്മയുടെ ലഞ്ച് ബോക്സ് ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മീൻ കൂട്ടാൻ, മീൻ വറുത്തത്, ശാലിക്കൊച്ചാര, എലിശ്ശേരി കറി, പിന്നെ പരിപ്പൊലത്തൊക്കെ ആയിട്ട് എല്ലാം റെഡി. അപ്പോൾ അമ്മ ചോദിക്കുകയാണ് മാനേജ് ചെയ്യുക. ഞാൻ പറഞ്ഞു മാനേജ് ചെയ്തല്ല പറ്റുള്ളൂ, സാരമില്ല അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ പിന്നെ ഒരു 3:30-4 മണിയായപ്പോൾ ഇറങ്ങിയത്. അമ്മ ഒരുപാട് വിഷമിച്ചിട്ടാണ് പോണത്, ബിക്കോസ് ജോലിക്ക് പോകണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നിട്ട് ഇന്നത്തെ ദിവസം ഗൈസ് എങ്ങനെയൊക്കെയോ കഴിഞ്ഞു പോയി. ഇപ്പോൾ ഒരു വീഡിയോ ഉണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. എല്ലാവർക്കും വൺസ് അഗൈൻ ടാറ്റാ ബൈ, സീ യു.